ഹായ് കൂട്ടുകാരെ, അപ്പോൾ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. നമ്മളിന്ന് വന്നിരിക്കുന്ന സംസ്ഥാന സ്കൂൾ കലോത്സവ വേദിയിലാണ് കേട്ടോ. നമ്മൾ തൃശ്ശൂർ വെച്ച് നടക്കുകയാണ്. അപ്പം തൃശ്ശൂർ വന്നപ്പം നമ്മുടെ അടുത്താണല്ലോ, പോയേക്കാന്ന് കരുതി പോകുന്നതാണ് കേട്ടോ. അങ്ങനെ ഇതാണ് കേട്ടോ നമ്മുടെ മെയിൻ വേദി 1 സൂര്യകാന്തി. അപ്പം ഇവിടെ ഇപ്പോൾ തിരുവാതിര മത്സരം നടക്കുന്നുണ്ട്. നമുക്ക് അങ്ങോട്ടേക്ക് പോകാം കേട്ടോ. ഞാൻ വേദിയുടെ ഫ്രണ്ടിൽ നിന്നൊക്കെ ഫോട്ടോയും വീഡിയോയൊക്കെ എടുത്തു കേട്ടോ. നല്ല അടിപൊളിയായിട്ടാണ് കേട്ടോ ഓരോ വേദിയും സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം നമുക്ക് ഇവിടുത്തെ കാഴ്ചകളിലേക്ക് പോവാവേ. അപ്പം നമ്മൾ വേദിയിലേക്ക് പോകുന്നതിന് മുമ്പ് ഇവിടെ ഒരു സംഭവമുണ്ട്. നിങ്ങൾക്കറിയാമോ അതെന്താണെന്ന്? ഇതാണ് കേട്ടോ ഏടാകൂടം. ഏടാകൂടം എന്ന് പറയുന്ന സംഭവമാണത്. പല തരത്തിലുള്ള ഏടാകൂടങ്ങളുണ്ട് കേട്ടോ. ഒരു ചേട്ടൻ അവിടെ സ്വന്തമായിട്ട് ഉണ്ടാക്കി പ്രദർശനത്തിന് ഉള്ളതാണ് കേട്ടോ. നമ്മൾ ആവശ്യമുണ്ടെങ്കിൽ ഫോൺ നമ്പറൊക്കെ കൊടുത്ത ആൾ നമുക്ക് കൊറിയർ ചെയ്ത് തരുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇനി നമുക്ക് തിരുവാതിര നടക്കുന്ന വേദിയിലേക്ക് പോയി നോക്കാം കേട്ടോ. അവിടെ തിരുവാതിര മത്സരം നടക്കുന്നുണ്ട്. വേദിയിലൊക്കെ നിറയെ ആളുകളുണ്ട് കേട്ടോ. അങ്ങനെ തിരുവാതിര മത്സരം അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് നേരം അവിടെ ഇരുന്ന് തിരുവാതിര മത്സരം ഒന്ന് കാണാം. ഇങ്ങനെയുള്ള പതിയെ ലഭിച്ചൊരു ഞങ്ങളുടെ ഭാഗ്യമേ ഭാഗ്യമൊക്കെ, ഞങ്ങളുടെ ഭാഗ്യമേ ഭാഗ്യം. ശ്രീ അനന്തപുരേ വാഴും ശ്രീ പത്മനാഭനേ അനന്ത സായിനോ. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് പുറത്തിറങ്ങിയിട്ടോ. അതാ ഇവിടെ മത്സരത്തിനുള്ള കുട്ടികൾ, അവിടെ മത്സരം കഴിഞ്ഞതാണോ എന്നൊന്നും അറിയില്ല. അവരിവിടെ ഉണ്ട് കേട്ടോ. ഓരോ ചാനലുകാരൊക്കെ അവരെ ഇൻ്റർവ്യൂ എടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് നമ്മളൊന്നുകൂടെ ചുറ്റിക്കിറങ്ങി. അപ്പോൾ ദാ ഇവിടെ ലഹരിക്കെതിരെ ഒരു ഇതുണ്ട്. മോഹൻലാലിൻ്റെ ഇതൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ബി എ ഹീറോ എന്നും പറഞ്ഞ് ദാ ഇവിടെ അടുത്ത മത്സരത്തിനുള്ള കുട്ടികളൊക്കെ ഇവിടെ റെഡിയായി നിൽക്കുന്നുണ്ട്. പിന്നെ നമ്മൾ അതിലേക്ക് ഇറങ്ങി നിങ്ങൾ നടന്നു കേട്ടോ. നടന്ന വഴിക്ക് ഫുള്ള് ചാനലുകാരുടെ അവരുടെ വാനുകളൊക്കെയാണ് കേട്ടോ കിടക്കുന്നത്. നമ്മൾ ശരിക്കും പറഞ്ഞാൽ അടുത്ത വേദി തപ്പി പോകണതാണ് കേട്ടോ എവിടെയാണെന്ന്. അപ്പോൾ ദാ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ വീണ്ടും കറങ്ങി തിരിഞ്ഞ് ആദ്യത്തെ വേദിയിൽ തന്നെ വന്നു കേട്ടോ. ഇവിടെ കലോത്സവം കാണാൻ വിദേശികളും ഒക്കെ ഉണ്ട് കേട്ടോ. പാറമേക്കാവ് അമ്പലം. പിന്നെ കലോത്സവ വേദികളും അവരുടെ മത്സര ഇനങ്ങളും എല്ലാം ഇവിടെ വലിയൊരു ഫ്ലക്സായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ നോക്കിയാൽ നമുക്ക് എല്ലാ ദിവസത്തെയും കലോത്സവത്തിലെ പരിപാടികളും വേദി എവിടെയാണെന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റുമേ. അപ്പോൾ ദാ പുറത്ത് നമ്മുടെ പാറമേക്കാവ് അമ്പലമുണ്ട്. പിന്നെ നമ്മളവിടെ ഒരു ചെറിയൊരു പ്രദർശന സ്റ്റാളുണ്ടായിരുന്നു കേട്ടോ. അവിടെ കയറി കേട്ടോ. അവിടെ കയറി അത് നിങ്ങളുടെ ഓരോ ജില്ലകളെ പ്രതിനിധീകരിച്ച് ഉള്ളതാണ് കേട്ടോ. ആ ജില്ലകളുടെ ഓരോരോ കാര്യങ്ങൾ. നമ്മുടെ സ്വന്തം ഇടുക്കി ജില്ല. ഞാൻ നമ്മുടെ ഇടുക്കി ജില്ല എവിടെയാണെന്ന് തപ്പി കിടക്കുമായിരുന്നു കേട്ടോ. നമ്മുടെ ഇടുക്കിയിലെ ഏലക്കായ, തേയില ഒക്കെ ഉണ്ട് കേട്ടോ. നല്ല ഏലക്കായായിരുന്നു കേട്ടോ. നമ്മുടെ ഇടുക്കി ജില്ലയെ പ്രതിനിധീകരിച്ചുള്ള ടീമാണേതേ. അത് കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത വേദിയിലേക്ക് ഫുൾ ഉള്ളിക്കട പോയി കഴിഞ്ഞാൽ തിരക്കും പൊടിയൊക്കെ ആയതുകൊണ്ട് നമ്മൾ പുറത്തിറങ്ങി റോഡ് സൈഡിൽ കൂടെയാണ് കേട്ടോ പോകുന്നത്. ഈ അടുത്ത വേദി കണ്ടുപിടിക്കും. ഇതിനിടയ്ക്ക് എൻ്റെ കാലൊന്ന് ഇടറിയായിരുന്നു, ചെറിയ വേദനയുണ്ട്. ഇത് കണ്ടോ, ഈ മരത്തിൽ നിറയെ വവ്വാലുകളാണ് കേട്ടോ. ആ മരത്തിൽ കായുണ്ടായി കിടക്കുന്ന പോലെയാണ് വവ്വാലുകൾ തൂങ്ങിക്കിടക്കുന്നത് കേട്ടോ. നോക്കി എത്രയോ വവ്വാലുകളാണെന്ന് നോക്കുമ്പോൾ എന്നെങ്കിൽ അല്ല നിപ്പയുടെ ഒക്കെ പേടിയുണ്ട് കേട്ടോ എനിക്ക് ഈ സാധനത്തിനെ കാണുമ്പോൾ. അങ്ങനെ നടന്നിരിക്കുക. നമ്മുടെ നാട്ടിൽ നിന്ന് ഒന്നും കണ്ടില്ലല്ലോ എന്നാലോചിച്ച് നടക്കുമ്പോഴാണ് നമ്മുടെ കരിമണ്ണൂർ സ്കൂളിൻ്റെ സ്കൂൾ ബസ് കണ്ടത്. കൃതാർത്ഥനായി ഞാൻ. പിന്നെ ദാ ഇവിടെ സ്വരാജ് വട്ടത്തിലെ കവലകൾ എന്നും പറഞ്ഞ് PG ഉഷ ടീച്ചർ വരച്ച വാട്ടർ കളർ പ്രദർശനം ഉണ്ടായിരുന്നു, ചിത്ര പ്രദർശനം.
അപ്പം നമ്മൾ ചിത്രപ്രദർശനം കാണാൻ കയറി. പ്രവേശനം സൗജന്യമായിരുന്നു കേട്ടോ. ഇതൊക്കെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് വരച്ചതാണെന്ന് പറയത്തേ ഇല്ല കേട്ടോ. അത്രയ്ക്ക് മനോഹരമായിട്ടാണ് ഓരോ ചിത്രങ്ങളും വരച്ചിരിക്കുന്നത്. അതിലെ ആളുകളും ആ സെൻറ്ററുകളും ഒക്കെ നല്ല ഫോട്ടോ പോലെ വരച്ചിട്ടുണ്ട് കേട്ടോ. അടിപൊളിയായിരുന്നു കേട്ടോ. നമ്മുടെ കലോത്സവങ്ങളിലൊക്കെ നല്ല എനിക്കിഷ്ടപ്പെട്ട ഒരു സംഭവമായിരുന്നു ഇത് കേട്ടോ. ഈ ചിത്രപ്രദർശനം ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഇതുണ്ടല്ലേ എഴുതി വെച്ചേക്കണേ? അല്ല, ഇത് കണ്ടില്ലേ തിരുവമ്പാടി എഴുതി വെച്ചേക്കണേ. വളരെ നല്ലൊരു ചിത്രപ്രദർശനമായിരുന്നു കേട്ടോ അത്. എല്ലാവരും കണ്ടിരിക്കേണ്ട ഒരു ചിത്രപ്രദർശനമാണ്. നമ്മുടെ തൃശ്ശൂർ സ്വരാജ് റൗണ്ടിലെ കവലകൾ എല്ലാം തന്നെ നല്ല മനോഹരമായിട്ട് ടീച്ചർ വരച്ചിട്ടുണ്ട് കേട്ടോ. കണ്ടു കഴിഞ്ഞാൽ നമുക്കിത് പെയിൻറ്റിങ് ആണെന്ന് പറയത്തേയില്ല കേട്ടോ. ഫുള്ള് വാട്ടർ കളറാണ്, ജലച്ചായ പെയിൻറ്റിങ് ആണ് കേട്ടോ. എല്ലാം അത്രയ്ക്ക് മനോഹരമായിരുന്നു. അപ്പോൾ കലോത്സവത്തിനൊക്കെ വരുന്നവരിത് കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം. കാണാത്തവർ പോയി കാണണം കേട്ടോ. ഇതാണ് ഉഷ ടീച്ചറെ ഞാൻ അഭിനന്ദിക്കുകയൊക്കെ ചെയ്തിട്ടാണ് കേട്ടോ പോകുന്നത്. അങ്ങനെ നമ്മൾ വീണ്ടും മുന്നോട്ട് നടന്നത് വടക്കുന്നാഥൻ്റെ നടയിലൊക്കെ എത്തി. ഇവിടെ അടുത്ത വേദികളിലൊക്കെ പോയി നമുക്ക് എന്തൊക്കെ മത്സരങ്ങളുണ്ടെന്നൊക്കെ ഒന്ന് പോയി കാണാവേ. ഓരോ വേദികൾക്കും പേര് കൊടുത്തിരിക്കുന്നത് നമ്മുടെ പൂക്കളുടെ പേരുകളാണ് കേട്ടോ. അടിപൊളിയാണ് കേട്ടോ. ശരിക്കും ഒരു പൂരപ്പറമ്പാണ് കേട്ടോ ഇപ്പോൾ ഇവിടെ. നമ്മുടെ കേരള സ്കൂൾ കലോത്സവം ഒരു പൂരപ്പറമ്പായിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ അടുത്ത വേദിയിലേക്ക് പോവുകയാണ് കേട്ടോ. പോകുന്ന വഴിക്കാണ് ഈ നെല്ലിക്ക സംഭാരം കണ്ട. എനിക്ക് ഈ സാധനം ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ മുൻപ് ഒരു ദിവസം വാങ്ങി ടേസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഭയങ്കര ഇഷ്ടമാണ്. നെല്ലിക്ക കാന്താരി ആണ്. നെല്ലിക്ക ജ്യൂസും കാന്താരിയുടെ ടേസ്റ്റ് ഒരു ഇത്തിരി കൂടി കൂടായിരുന്നു എന്ന് എനിക്ക് തോന്നി. അടിപൊളിയാണ് കേട്ടോ. അസ്തമയ സൂര്യനൊക്കെ ആയി, സമയം വൈകുന്നേരമായി, സന്ധ്യാവാറായി കേട്ടോ. ഈ ഇവിടെ വേദിയിൽ ഒപ്പന മത്സരം നടക്കുകയാണ് കേട്ടോ. ഒപ്പന മത്സരം നടക്കുന്ന വേദിയിലെത്തിയപ്പോൾ എൻ്റെ ദൈവമേ, ഞാൻ കണ്ണു തള്ളിപ്പോയിട്ടോ. വേദി ഫുള്ള് നിറഞ്ഞ്, സദസ്സ് നിറഞ്ഞാണ് ആളുകൾ കേട്ടോ ഒപ്പന മത്സരം കാണാനേ. അതും നല്ല എനർജറ്റിക് ആയിട്ടാണ് ഓരോ കുട്ടികളും അവരുടെ പെർഫോമൻസ് കാഴ്ചവെക്കുന്നത്. പറഞ്ഞറിയിക്കാൻ വയ്യ, അത്രയ്ക്ക് അടിപൊളിയായിരുന്നു ഒപ്പന മത്സരം. സദസ്സ് നിറഞ്ഞ ആളുകളുണ്ടായിരുന്നു.
എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ കലോത്സവം നേരിട്ട് കാണാൻ പോകുന്നത്. അത് നമ്മുടെ തൃശ്ശൂർ വന്നപ്പോൾ അടുത്ത് വന്നപ്പോൾ കാണാതിരിക്കുന്ന മോശമല്ലേ, പോയില്ലെങ്കിൽ അത് നമുക്ക് വലിയൊരു നഷ്ടമായേനെ. അങ്ങനെ നമ്മൾ കലോത്സവം കാണാൻ പോയിട്ടോ. എല്ലാ കസേരകളും ആളാണ്, സീറ്റ് ഫുള്ളാണ് കേട്ടോ ഒപ്പന മത്സരം കാണാൻ വേണ്ടിയിട്ട്. നമ്മൾ ഏറ്റവും ബാക്കിൽ നിൽക്കുകയാണ് കേട്ടോ ചെയ്ത്. നമ്മൾ ഈ സൈഡിലൊക്കെ നിന്ന് മൊബൈലൊക്കെ പിടിച്ച് നിന്നു മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കണ്ടല്ലോ എന്ന് കരുതി നമ്മൾ ഏറ്റവും ബാക്കിൽ പോയി നിന്നിട്ടോ, ആർക്കും ഒരു ശല്യം ഉണ്ടാവാത്ത രീതിയിൽ. ഒപ്പന മത്സരം കണ്ടിട്ടിറങ്ങിയപ്പോഴാണ് അത് അടുത്ത വേദിയിൽ വേറൊരു മത്സരം നടക്കുന്നു. നമ്മളത് കാണാൻ വേണ്ടി അങ്ങോട്ട് പോയി. ഇവിടെ നമ്മൾ ആദ്യമേ നമ്മൾ കണ്ടപ്പോൾ ഒരുങ്ങി റെഡിയായി നിന്ന കുട്ടികളെ കണ്ടില്ലേ, അവരുടെ പെർഫോമൻസാണ് കേട്ടോ ഇത്. മംഗലം കളി എന്നാണ് അതിൻ്റെ പേരെന്ന് അറിയാൻ കഴിഞ്ഞ കേട്ടോ. അതും നല്ലൊരു, ഞാൻ ആദ്യമായിട്ട് കാണുന്ന ഒരു കളിയാണ്, മത്സരമായിരുന്നു കേട്ടോ അത്. വേറെ ഒരു വ്യത്യസ്തത പുലർത്തുന്ന ഒരു കലാരൂപമായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ആ കുട്ടികൾ അങ്ങനെ കളിക്കുന്നത് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. ഈ മത്സരങ്ങളൊക്കെ ആസ്വദിച്ച് ഇവിടെ ഒരു മേഡം ഇരിക്കുന്നുണ്ട് കേട്ടോ. മേഡം ഓരോ ഇതിനനുസരിച്ച് കൈ കൊണ്ട് താളം പിടിക്കുന്നുണ്ടായിരുന്നു. മേഡത്തിൻ്റെ പേരൊന്നും അറിയില്ല, ഫേസും എടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ ദാ മേഡത്തിൻ്റെ കാക്കയ്ക്കുള്ളിൽ ഒരു കലാഹൃദയമുണ്ടെന്ന് മേഡം തെളിയിച്ചിരിക്കുന്നു കേട്ടോ. മേഡം ആ പാട്ടിനനുസരിച്ച് താളം പിടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. എനിക്ക് കണ്ടപ്പോൾ ഒത്തിരി സന്തോഷം തോന്നി. അപ്പം അങ്ങനെ മംഗലം കളി മത്സരം അവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം സമയം ഏറെക്കുറെ വൈകുന്നേരമായി. ഇനി നമ്മൾ ബസ്സിനാണ് വന്നത്. അപ്പോൾ നമുക്കിനി തിരിച്ചു പോവാറായിട്ടുണ്ട്. നമുക്ക് ബസ് കിട്ടിയില്ലെങ്കിൽ നമ്മൾ തൃശ്ശൂർ തൊട്ട് വീട് വരാൻ ചിലപ്പോൾ നടക്കേണ്ടി വരും. അതുകൊണ്ട് ഈ മത്സരം കൂടി കണ്ടു കഴിഞ്ഞപ്പോൾ നമ്മൾ വീട്ടിലോട്ട് പോകാൻ ഇറങ്ങി കേട്ടോ. ഈ മത്സരം നടക്കുന്നതിനിടയ്ക്ക് ഒരിക്കൽ പോലും ആ കുട്ടികൾ നിവർന്നിട്ടില്ല കേട്ടോ. ഇങ്ങനെ കുനിഞ്ഞു നിന്ന് തന്നെയാണ് മത്സരം കളിക്കുന്നത്. അപ്പോൾ അങ്ങനെ ആ മത്സരം ഏറെക്കുറെ കഴിയാറായിട്ടുണ്ടായിരുന്നു. അപ്പം അതിനനുസരിച്ച് ഞങ്ങൾ വീട്ടിലോട്ട് പോകാൻ ഇറങ്ങി കേട്ടോ. അങ്ങനെ ഞങ്ങൾ പോകാൻ ഇറങ്ങി, രാത്രിയായിട്ടോ സമയം. അപ്പോൾ അങ്ങനെ 64ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവ വേദിയിൽ നിന്നും ഞാൻ ഇവിടെ വാങ്ങുകയാണ്. ബൈ ബൈ.